ഹലോ ഗൈസ്, എന്റെ പേര് അച്ചു. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളും ഇന്ന് ഉച്ചവരെ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് ഉച്ചവരെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. ഇന്നലെയൊക്കെ കുറെ നേരം ഉച്ചവരെയൊക്കെ നമ്മൾ ചൊറിയും കുത്തിയിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ന് പണിപ്പുര ടാസ്ക് നടന്നു, ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. പിന്നെ രാവിലെ പതിവ് പോലെ നമ്മുടെ ചായക്ക് കടി കിട്ടുന്ന പോലെ അനീഷും കുറച്ചു പേരൊക്കെ ആയിട്ട് രാവിലെ ഫൈറ്റ് നടന്നു. രാവിലത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിന്നിയും മനീഷും തമ്മിലായിരുന്നു. പിന്നെ അത് അക്ബറും ഒക്കെ ആയിട്ടായി മൊത്തത്തിൽ ഏറ്റുപിടിച്ചു. അതൊരു ബാത്റൂം കേസിന്റെ ഇതായിരുന്നു. അത് അനീഷ് പോയിട്ട് ഫ്ലഷ് അടിച്ചില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ബാത്റൂം സംബന്ധമായ വഴക്കായിരുന്നു. അതിന്റെ പേര് വലിയ വഴക്കായി. പിന്നെ വഴക്കിന് ഒന്നാമത്തെ കാര്യം, ഈ കുറെ പച്ചക്കറികൾ ഇരിപ്പുണ്ട്. അപ്പൊ എന്ന് ഇവർക്ക് ഈ ചപ്പാത്തിയും പഞ്ചസാര തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഈ പച്ചക്കറികളെല്ലാം കൊണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് ബിന്നി ചോദിച്ചു. അപ്പൊ അതിന്റെ പേര് പ്രശ്നം. അപ്പൊ അങ്ങനെ കുറെ നേരം ഇവർ സാധാരണ വഴക്കുമല്ലേ, ഇവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടില്ല. അപ്പൊ ഇവര് സാധാരണ മോർണിംഗിൽ ഉണ്ടാകുന്ന വഴക്കുമല്ല, തന്നെ ഒരു വഴക്ക് രാവിലെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വന്നു. ഈ പ്രാവശ്യത്തെ പണിപ്പുര ടാസ്ക് അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർക്ക് പോകുമായിരുന്നു, ഒരു സാധനവും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഇവർ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഇവർക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് 3000 രൂപയാണ് പണിപ്പുര ടാസ്കിലോട്ട് പോയിന്റ് കിട്ടിയേക്കുന്നത്. 3000 പോയിന്റാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഒനിയിലും ശാരികം പോയിരുന്നല്ലോ, അപ്പൊ അവരുടെ പോയിന്റ് കൂടെ ആഡ് ചെയ്ത് ഇവർക്ക് 3000 പോയിന്റ് കിട്ടി. 2 പ്രാവശ്യം ആദ്യത്തെ ഭാഗവും കഴിഞ്ഞു, ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടാസ്ക് വരുമല്ലോ 2 ദിവസം കഴിയുമ്പോഴോ നാളെ എങ്ങാനും ഒരിക്കലും രണ്ടാമത്തെ ടാസ്ക് നടക്കുന്നത്. അപ്പൊ 3000 പോയിന്റ് പകുതി 1500 രൂപയുടെ സാധനം ഇവർക്ക് എടുക്കാം. ബിഗ് ബോസ് 5 പേർക്ക് ഇപ്രാവശ്യം പോകാം. 5 പേർക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റൂം ചെറുതല്ല, ഇവർക്ക് ടാസ്ക് കഠിനമാക്കാനായിട്ടാണ് ബിഗ് ബോസ് 5 പേർക്ക് പോവാന്ന് പറഞ്ഞേട്ടോ. അപ്പൊ ഇവർക്ക് 5 പേരെ ഇവര് സെലക്ട് ചെയ്യണം. 10 സെക്കൻഡേ സമയമുള്ളൂ. 10 സെക്കൻഡിനുള്ളിൽ അവിടുന്ന് സാധനം എടുത്ത് തിരിച്ചു വരണം. 5 പേര്. ആ റൂം എന്ന് പറഞ്ഞാൽ ചെറിയ റൂമല്ലേ, അപ്പൊ അതിനകത്ത് 5 പേർക്ക് പോയി കയറി നിന്ന് വരാനൊക്കെ ഭയങ്കര പാടാ. അപ്പം ഇത് ഇവരുടെ ബിഗ് ബോസ് അവിടെ ഇവരെ ഒരു വര വരച്ചിട്ട് അതിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാൻ ബിഗ് ബോസ് സമ്മതിക്കത്തില്ല കേട്ടോ. ബിഗ് ബോസ് പറയുന്നിടത്ത് കളി നടന്നോണം, അങ്ങനെയാ കാര്യങ്ങള്. അപ്പൊ അങ്ങനെ അവരെ 5 പേരെ സെലക്ട് ചെയ്തു. 5 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരൊക്കെ, ആര്യനുണ്ട്, രന, അപ്പാനി, സരിക, ശൈത്യ, ഇത്രയും പേരാട്ടോ. അപ്പൊ ആര്യൻ ഒരു ഐഡിയ പറഞ്ഞു. 2 പേര് ഡോർ ഇങ്ങനെ തുറക്കുന്ന ഡോറാണല്ലോ, അപ്പം ആ ഡോറ് 2 പേര് പിടിച്ചു നിൽക്കുക, പിടിച്ച് തുറന്ന് നിൽക്കുക. ബാക്കിയുള്ളവർ വേഗം അകത്ത് നിന്ന് മാക്സിമം സാധനം എടുത്ത് പുറത്തിടുക. അപ്പൊ ബിഗ് ബോസ് ഒരു ഫേവർ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് പുറത്ത് 2 ബോക്സ് വെച്ചിട്ടുണ്ട്, ജനറലും അല്ലാണ്ടുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 10 സെക്കൻഡിനുള്ളിൽ കഴിഞ്ഞ ടാസ്കിനകത്തൊക്കെ ഈ 10 സെക്കൻഡിനുള്ളിൽ അതിൽ നിന്ന് പണിപ്പുരയിൽ